നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ മാനനഷ്ട കേസ് നൽകിയിരിക്കുകയാണ് ഫെഫ്ക പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയൻ. പ്രൊഡക്ഷൻ കൺട്രോളർമാരെ മോശമായി ചിത്രീകരിച്ചുവെന്ന് കാട്ടിയാണ് പരാതി. യൂട്യൂബ് ചാനൽ അഭിമുഖത്തിലെ പരാമർശത്തിലാണ് എറണാകുളം സബ് കോടതിയിൽ ഹർജി നൽകിയത്. സജു ദേവസ്യയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജു ദേവസ്യ, ഫെഫ്കയും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനും പരാതി നൽകിയെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ സാന്ദ്ര? സജു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഫെഫ്ക പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് യൂണിയനാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് എറണാകുളം സബ് കോടതിയിൽ. അതിൽ സാന്ദ്ര പറയുന്നത് തന്റെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല, ഇക്കാര്യത്തിൽ പറഞ്ഞതിൽ നിന്ന് ഒരടി പിന്നോട്ടില്ല, നിയമപരമായി നേരിടും എന്നാണ്. അതായത് 2 മാസം മുൻപാണ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ തന്നെ മലയാള സിനിമയ്ക്ക് ആവശ്യമില്ല, ഇപ്പോൾ അവർ ആർട്ടിസ്റ്റ് മാനേജേഴ്സാണ്, പലരും പണം, അതായത് പ്രൊഡ്യൂസർമാരെ പറ്റിക്കുന്നവരാണ് തുടങ്ങിയ പരാമർശങ്ങളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. ഈ കാര്യത്തിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പോൾ സംവിധായകർ, ചലച്ചിത്ര സാങ്കേതിക പ്രവർത്തകരൊക്കെ സാന്ദ്രയും തമ്മിൽ നാളുകളായി ചില തർക്കങ്ങൾ, പ്രൊഡ്യൂസർമാർ തമ്മിൽ അങ്ങനെയുള്ള തർക്കങ്ങൾ, പരാതികളൊക്കെ ഒരു വശത്ത് സജീവമായി തുടരുന്നുണ്ട്. അതിനിടയിലാണ് ഈ വിഷയത്തിലെല്ലാം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിനിടെ പ്രൊഡക്ഷൻ കൺട്രോളർമാരെ കുറിച്ചും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ സാന്ദ്ര നടത്തിയത്. അതിലാണ് ഈ കാര്യത്തിൽ ഈ പരാമർശം പിൻവലിച്ച് മാപ്പ് പറയണം, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജി അഥവാ മാനനഷ്ട കേസ് എറണാകുളം സബ് കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കാര്യത്തിൽ അടക്കമുള്ള തുടർ നിയമ നടപടികൾ ഉണ്ടാകും. അതേസമയം മലയാള സിനിമയിൽ കുറച്ച് നാളുകളായി സംവിധായകരും പ്രൊഡ്യൂസർമാരും ഒക്കെ തമ്മിലുള്ള ഒരു തർക്കം, ഗ്രൂപ്പ് തർക്കമൊക്കെ, കുറച്ചധികം വിവാദങ്ങൾ, സ്റ്റീഫനും സാന്ദ്ര തോമസും തമ്മിലുള്ള തർക്കം, അങ്ങനെ കുറേയധികം തർക്കങ്ങൾ നാളുകളായി ഇതുമായി ബന്ധപ്പെട്ട് തുടരുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടി തുടർച്ചയാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ ഇതിലേക്ക് വലിച്ചിടേണ്ടതില്ല എന്നാണ് ഫെഫ്കയിൽ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊഡക്ഷൻ കൺട്രോളർമാരുടെ യൂണിയന്റെ നിലപാട്. ആ കാര്യത്തിൽ സാന്ദ്ര കടുത്ത അധിക്ഷേപമാണ് പ്രൊഡക്ഷൻ കൺട്രോളർമാരെ അവർക്കെതിരെ നടത്തിയത്. അങ്ങനെ സംവിധാനമേ ആവശ്യമില്ല, അവരെല്ലാവരും മോശക്കാരാണ്, അവരെല്ലാവരും പ്രൊഡ്യൂസർമാരെ പറ്റിക്കുന്നവരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം തെറ്റാണ്, അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു എന്നാണ് യൂണിയൻ പറയുന്നത്. അതേസമയം നിയമ നടപടികൾ നേരിടുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്ന നിലപാട് സാന്ദ്രയും സ്വീകരിക്കുന്നു. അങ്ങനെ ഒരു തർക്കം വീണ്ടും അത് തുടരുകയുമാണ്. ഓക്കെ, താങ്ക് യു. സജു ദേവസ്യയാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുന്നു. വാർത്തകൾ ചൂടോടുകൂടി വരുന്ന സമയമാണ്.